ദുരിതാശ്വാസം റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്തതിലേക്ക് കടക്കുമ്പോൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. പല മേഖലകളിലും ഇപ്പോഴും ആളുകളെ പുറത്തു കൊണ്ടുവരാനുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളുവെങ്കിലും ഔദ്യോഗികമായി ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞുവെന്ന് സർക്കാർ അറിയിച്ചിട്ടില്ല. ഷൈജു ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ ഷൈജുവിൻ്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 2-3 ദിവസമായി പ്രവേശനം അസാധ്യമായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ടനാട് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ 2 നില വീട് വരെ വെള്ളം കയറിയിരുന്ന ഒരു പ്രദേശത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവഴി ഇപ്പോൾ നടന്നു പോകാവുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഈ പ്രദേശത്തെ വീടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഈ വീടുകളുടെ മതിലുകൾ പലതും പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ തകർന്നിരിക്കുന്നു. ആളൊഴിഞ്ഞ ഒരു പ്രദേശമായി ഇപ്പോൾ ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നതാണ്. വെള്ളം വളരെ ഗണ്യമായി കുറഞ്ഞ ഒരവസ്ഥയുണ്ട്. ഒരു ദിവസം കൂടി ഈ നില മഴ പെയ്യാതെ തുടർന്നാൽ തീർച്ചയായും ഈ പ്രദേശത്ത് വെള്ളം കാര്യമായി ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന വലിയ ആശ്വാസമാണ് ഇവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നത്. കേരളത്തെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയ ഈ പ്രളയം കേരളം തിരിച്ചു വരുന്ന ഒരു സൂചന ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയും. 2-3 ദിവസമായി ഈ കെടുതിയിൽപ്പെട്ട് വീടിനകത്ത് പെട്ടിരുന്ന ഒരു ചേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചിരുന്നത് എന്ന് അദ്ദേഹം ആര് വന്ന് വിളിച്ചിട്ടും പുറത്തു പോകാതിരുന്ന അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം പറയും. എന്തായിരുന്നു ഇവിടെ നടന്ന സംഭവം? ഇവിടെ വീടിൻ്റെ മുകളിൽ, അതായത് മിക്കവാറും ടെറസിൻ്റെ മുകളിലായിരുന്നു ഞാൻ. ടെറസിൻ്റെ മുകളിൽ താഴെ ഇറങ്ങാൻ വയ്യാത്തൊരു കണ്ടീഷനായി പോയി. 2-3 ദിവസമായിട്ട് മുകളിലായിരുന്നു. അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം തന്നെ വഴിയിൽ നിന്ന് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി. ഇപ്പം ഏതാണ്ട് ഒരു പരുവത്തിൽ ഇറങ്ങി എൻ്റെ ഫാമിലിയൊക്കെ ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ചേട്ടാ ക്യാമ്പിലൊന്നും പോകാതെ ഇവിടെ തന്നെ കഴിഞ്ഞു? എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെള്ളം കയറത്തില്ലെന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് തന്നെയല്ല, എൻ്റെ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അവരെ എല്ലാം നേരത്തെ തന്നെ വിട്ടിട്ട് ഞാൻ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് പിന്നെ കഴിഞ്ഞ കുറേ ദിവസമായി പുറത്തുള്ള ആളുകൾ, ഇപ്പം ഞങ്ങളൊക്കെ ഈ പ്രദേശത്ത് വരുന്നതിന് മുമ്പ് എല്ലാവരും കേരളം മൊത്തം വലിയ ആശങ്കയിലായിരുന്നു. എന്തായിരുന്നു ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും ഈ ഒരു 10 അടി വെള്ളം നമ്മളെ പിന്നെ വീടിൻ്റെ മേളിൽ ഒരു 8 അടി 9 അടി വെള്ളം ഉണ്ടായിരുന്നു. 9 അടി വെള്ളം കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം കുറേശ്ശെ ഇറങ്ങി തുടങ്ങി. ഇപ്പം തന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി തന്നെ ഒരാൾ വെള്ളത്തിൽ മേളുണ്ട്. പല വീടുകളും അടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ വീടുകളൊക്കെ പഴയ സ്ഥിതിയിലേക്ക് വരുന്നതിന് എന്ത് കാലതാമസം എടുക്കും? എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇവിടെ? ഇപ്പോൾ ഒരു വീട് ഇനിയൊരു വേണമെന്ന് പറഞ്ഞാൽ A to Z സാധനം മേടിക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഏരിയ മുഴുവൻ. അതാണ് പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിഞ്ഞ് ആളുകൾക്ക് ഏതാണ്ട് അടുത്ത ദിവസങ്ങളോടുകൂടി തിരികെ വരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ കാലിലും നന്നായി ചെളി അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഈ ചെളികൾ ഈ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവരുടെ ഗൃഹോപകരണങ്ങൾ പലതും നശിച്ചിട്ടുണ്ട്. അവരുടെ ഇത്രകാലത്തെ സമ്പാദ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു കൊടുക്കുക എന്ന ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് ജീവനുകളെ രക്ഷിച്ചെടുക്കാനായി എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പക്ഷെ അപ്പോഴും വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിന് വലിയ കൈകോർക്കൽ ആവശ്യമാണെന്നാണ് ഷൈജുവിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് വായിച്ചെടുക്കാനാവുന്ന ഒരു കാര്യം. പ്രേംലാൽ പ്രബുദ്ധൻകുട്ടി പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ട ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച, അപ്രതീക്ഷിതമായ വലിയ ദുരിതം അനുഭവിച്ച ജില്ലയാണ് പത്തനംതിട്ട. ഇപ്പോൾ പാണ്ടനാട് കഴിഞ്ഞ ദിവസം 7 മൃതദേഹങ്ങൾ കിട്ടിയ, കൂടുതലുണ്ടാകുമെന്ന് ഭയപ്പെട്ടു പോയൊരു സ്ഥലമാണ്. അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ പ്രത്യേകത 2 നില വരെ വെള്ളം പോയെന്നാണ് ഇപ്പോൾ ഷൈജു പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലെ പല മേഖലകളും ഈ തരത്തിൽ റാന്നി അടക്കം വലിയ പ്രശ്നമായിരുന്നു. ഇനി പ്രേംലാലിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം. ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ വിലയിരുത്താം. പത്തനംതിട്ട ജില്ലയിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് പുനരധിവാസവും അതേപോലെ തന്നെ ചികിത്സ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഏതാണ്ട് 65,000-ഓളം പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. നേരത്തെ ഇത് 75,000-ന് മുകളിലായിരുന്നു. അതായത് അത്രയും ബാക്കി അവശേഷിക്കുന്ന അത്രയും പേർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. 2 ദിവസമായി പത്തനംതിട്ടയിൽ നല്ല കാലാവസ്ഥയാണ്. മഴ തീരെ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇന്ന് 3 വിമാനങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 വിമാനങ്ങൾ ഭക്ഷണ വിതരണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു വിമാനമാണ് ഒറ്റപ്പെട്ടു പോയവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവുമായി മടങ്ങുന്ന ഒരു സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി
ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് പുനരധിവാസവും അതേപോലെ ചികിത്സ മറ്റു കാര്യങ്ങൾക്കാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട സേവനവും മറ്റു കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥർ വീതം ഓരോ ക്യാമ്പുകൾക്കും ചുമതലപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ മെഡിക്കൽ സംഘങ്ങൾ, മെഡിക്കൽ ഹബ്ബ് പോലെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തിൻ്റെ മെച്ചപ്പെട്ട ഒരു സേവനവും ഉറപ്പുവരുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, വീടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീടുകളുടെ ശുചീകരണമടക്കം ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നു. തിരുവല്ലയിൽ മാത്രം ഏതാണ്ട് 1000 പേരടങ്ങുന്ന വളണ്ടിയർ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേരടങ്ങുന്ന സംഘം ഓരോ വീടുകളിലും എത്തുകയും ആവശ്യമായ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾ. പ്രേംലാൽ പ്രബുദ്ധന്റെ റിപ്പോർട്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ടത്. പ്രേംലാൽ, പത്തനംതിട്ടയുടെ പൊതുവായ സാഹചര്യം പറയുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇനി ആശങ്കാജനകമായ ഒരു സാഹചര്യം എവിടെയെങ്കിലും ബാക്കി നിൽക്കുന്നില്ല എന്നാണ്. അത് പ്രതീക്ഷ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ആലുവ, അവിടെ മേഖല വലിയ ദുരിതം അനുഭവിച്ച മേഖലയാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെയാണ്. എല്ലാവർക്കും മടങ്ങിപ്പോകാൻ സമയമായിട്ടില്ല. നേരത്തെ പറഞ്ഞ 50 ആളുകൾ പാമ്പുകടിയേറ്റും മറ്റും മടങ്ങിപ്പോയ ആളുകൾ, അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങിയവരും മറ്റും ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു നില. ദീപകിൻ്റെ റിപ്പോർട്ട് കാണാം. ഈ മണിക്കൂറിലെ സാഹചര്യം എന്താണെന്ന്. എറണാകുളം ജില്ലയിൽ നിന്ന് വളരെ ആശ്വാസകരമായ വാർത്തകളാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. പ്രളയക്കെടുതിയിൽ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാവരെയും പൂർണ്ണതോതിൽ രക്ഷിക്കാനായി എന്നുള്ള ഒരു വിവരമാണ് ഈ വൈകുന്നേരത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുത്തിയതോട് ഉൾപ്പെടെ മറ്റ് പറവൂർ മേഖലകളിലും അതുപോലെ പാനായിക്കുളം മേഖലകളിലുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ പുറത്തെത്തിക്കാൻ പറ്റാതിരുന്ന ആളുകൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഇന്നുള്ള അടിയന്തര റെസ്ക്യൂ ഓപ്പറേഷൻ വഴിയെല്ലാം പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലയിൽ ക്യാമ്പുകൾ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് ജില്ലയിൽ ഇപ്പോൾ നിലവിൽ 760 ക്യാമ്പുകളിൽ നിന്നായി 3,75,000-ലധികം ആളുകളാണ് ആശ്രയം തേടിയിരിക്കുന്നത്. അതിൽ തന്നെ പല ആളുകളും ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റു പല ആളുകളും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുന്നു. അവരുടെ വീടുകളിൽ ക്ലീനിങ് പ്രവൃത്തി ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. പക്ഷേ സർവനാശമാണ് എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എല്ലാവരുടെ വീടുകളിലും ഇപ്പോൾ വെള്ളം കയറിയ വീടുകളിലെല്ലാം തന്നെ അവരുടെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ച ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവിടെ ക്ലീനിങ് പ്രവർത്തികൾ പുരോഗമിക്കുന്നു. അതിനുവേണ്ടി സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാരെ പോലും ജില്ലാ ഭരണകൂടം തേടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പല ആളുകൾക്കും, അതായത് പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ള വീടുകളുണ്ട്. അവിടെ നിന്നും ക്യാമ്പുകളിലേക്ക് എത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിനുൾപ്പെടെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമുണ്ട്. ആ ബുദ്ധിമുട്ടെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 760 ക്യാമ്പുകളിലും എല്ലാ ദിവസവും മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം ക്യാമ്പുകളിലെത്തി വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നീക്കമുണ്ട്. ഒരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് അങ്കമാലി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ 50 ആളുകളെ, അതായത് പാമ്പുകടിയേറ്റ 50 ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വീടുകൾ വൃത്തിയാക്കാൻ ഉൾപ്പെടെ എത്തിയപ്പോഴുണ്ടായ പാമ്പുകടിയാണ് ഈ ഒരു കാരണം വന്നിരിക്കുന്നത്. പലർക്കും പാമ്പുകടിയേൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് വീടുകളിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷ കൈവരിക്കണമെന്നുള്ളത്, കയ്യിൽ ഗ്ലൗസ് ധരിക്കുക, ഒപ്പം മാസ്ക്, കാലിൽ വലിയ രീതിയിലുള്ള ബൂട്ടുകൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതൽ എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം വലിയ രീതിയിൽ ചളി അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം എല്ലാ വീടുകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുക, ഒപ്പം ആ വീട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള തരത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ. എന്നാൽ ഒരുപക്ഷെ അതൊക്കെ എല്ലാവർക്കും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലൊരു പാമ്പുകടിയേറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ക്യാമ്പുകളിലെല്ലാം തന്നെ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്
രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. പത്തടിപ്പാലത്തെ ക്യാമ്പിലേക്ക്, അതായത് ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്ന ക്യാമ്പിലേക്ക് ഇനി എത്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ജില്ലയെ സംബന്ധിച്ച് അതിജീവനം സാധ്യമായിരിക്കുന്നു എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ. എല്ലാവരും പുനരധിവാസം എന്നുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചില ഘട്ടങ്ങളിലെങ്കിലും മഴ എത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനമായും വീടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കുന്നതിലൊക്കെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് വീടുകളിലൊന്നും തന്നെ പല മേഖലകളിലും വൈദ്യുതി പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം നേരിടുന്നുണ്ട്. കുടിവെള്ളം പൂർണ്ണതോതിൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിനുള്ള എല്ലാവിധത്തിലുള്ള കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്നത്. കൊച്ചി ഏതാണ്ട് അപകട സാഹചര്യത്തെ പൂർണ്ണമായും മറികടന്ന് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മറികടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദീപക് ആലുവയിൽ നിന്ന്. ഇനിയും ആലപ്പുഴയിലേക്കാണ് പോകേണ്ടത്. കുട്ടനാട് ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്തമുഖത്താണ് സത്യത്തിൽ ഇപ്പോഴുള്ളത്. കാരണം അവിടെ നിന്ന് 10,000-കണക്കിന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഹരീഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് എടത്വയിലെ ഒരു ക്യാമ്പിൽ നിന്ന്. അവിടെ ക്യാമ്പും വെള്ളത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ കുട്ടനാട് വലിയ പ്രളയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഹരീഷിൻ്റെ റിപ്പോർട്ട് കാണാം. എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പാണിത്. പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ കാണുന്നത്. മുട്ടിന് മുകളിൽ വെള്ളത്തിൽ നടന്നു വേണം ക്യാമ്പിലേക്ക് പോകാൻ. ക്യാമ്പിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കോളേജിൻ്റെ 2ാം നിലയിലും മറ്റുമായി കിടക്കാനും മറ്റും മുറികളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ആളുകൾ ഈ ക്യാമ്പിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് എടത്വ ഭാഗത്ത് ജനങ്ങൾ കഴിയുന്നത്. പൂർണ്ണമായും ഇവർ ഒറ്റപ്പെട്ട നിലയിലാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതം സഹിച്ചാണ് ഈ ക്യാമ്പിലേക്ക് വരുന്നതും പോകുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഭക്ഷണ സാധനങ്ങളും മറ്റും വിതരണം ചെയ്യാൻ ലോറികളും മറ്റും ഈ കോളേജിന് പുറത്തുള്ള ഈ റോഡിൽ വരും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ നിന്ന് പുറത്ത് വന്നിട്ട് വേണം ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ. അതിനുവേണ്ടി എന്തായാലും ഇവർക്ക് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇങ്ങനെ ദിവസം 2, 3, 4 പ്രാവശ്യം ഈ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലേ ഇവർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയൂ. ചേച്ചി, എങ്ങനെ ഇവിടെ ക്യാമ്പിലൊക്കെ വലിയ പ്രശ്നമാണോ? അവിടെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഭക്ഷണ സാധനങ്ങളെല്ലാം ഈ റോഡ് വഴി വണ്ടിയെ കൊണ്ടുപോകുന്നത് കാരണം കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. തുണി കൊണ്ടുവന്നാലും കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ വീടുകളിലൊന്നും ആർക്കും ഒരു ഉടുതുണിയോ വീട്ടിലുള്ള ഉപകരണങ്ങളോ ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും ഏകരായിട്ട് വന്ന് നിൽക്കുക. ഈ ഉടുത്ത വസ്ത്രത്തോടു കൂടി എല്ലാവരും വന്ന് നിൽക്കുക. അല്ലാതെ ഇവിടെ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല. പിന്നെ എത്തിക്കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ച്, കിട്ടുന്ന വെള്ളങ്ങൾ കുടിച്ച്, കിട്ടാതെ അവർ കഴിക്കാതെ ഒക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുവാണ്. ക്യാമ്പിൽ ഭക്ഷണം വെള്ളം കിട്ടുന്നുണ്ടോ? ക്യാമ്പിൽ ഭക്ഷണം വെള്ളം ഇവിടുന്നൊക്കെ എത്തിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട്. എപ്പോഴും കിട്ടുന്നില്ല, വല്ലപ്പോഴും ഒക്കെ. പിന്നെ എല്ലാം ഈ റോഡ് വഴി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് വരുന്നതെല്ലാം റോഡ് വഴി പോവുക. പിന്നെ അങ്ങോട്ട് ചില വണ്ടികളൊക്കെ കയറി വരുന്നത് കൊണ്ട് അവിടെ കിട്ടുന്നത് അവിടെ കിട്ടും. അത് കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടത്തില്ല. ഈ റോഡേ പോകുന്ന വണ്ടിക്കാർ കൊടുക്കുന്നത് എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുക. ആൺകുഞ്ഞുങ്ങളുണ്ട്, അവരെത്തിപ്പറ്റി പിടിക്കുക. പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, അവരെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. കിടക്കാൻ സ്ഥലമുണ്ട്. കോളേജ് തുറന്നു തന്നതുകൊണ്ട് ഒരു റൂമിനകത്ത് 23 കുടുംബം വെച്ച് 2 റൂമിനായിട്ടൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. 23 കുടുംബങ്ങളാണ് 2 റൂമിനായിട്ട് കഴിയുന്നത്. എല്ലാവരും ഉള്ളിടത്ത് ഓരോ പാ മേടിച്ച് വിരിച്ച് എല്ലാവരും കിടന്നുറങ്ങും. വീട് ഈ ഭാഗത്ത്, ഈ കോളേജിൻ്റെ തൊട്ട് പുറകെ മുങ്ങിപ്പോയി. ഇതാണ്ട് അങ്ങോട്ട് മാറി നിന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ വീടെല്ലാം മുങ്ങിക്കിടക്കുവാണ്. ഉപകരണങ്ങളെ, വസ്ത്രങ്ങളെ, എല്ലാ സാധനങ്ങളും നശിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾ വീട് മുങ്ങി കിടക്കുവാണ്. വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട്, റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഉടുത്തിരുന്ന ഉടുതുണിയോടാണ് ഈ കോളേജിലേക്ക് വന്നത്. എടത്വ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ വന്ന് ഞങ്ങളെല്ലാവരും ലക്ഷം വീട് കോളനിയാണ് മങ്കോട്ടച്ചിറ, എല്ലാവരെയും കൂടെ കയറ്റിക്കൊണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഈ റൂമിലാണെങ്കിൽ നമ്മൾ കിടക്കുന്ന ഇങ്ങനെ ഭക്ഷണം റോഡ് വഴി കൊണ്ടുവരുന്നുണ്ട്. ആണുങ്ങളിവിടെ വന്ന് മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ഇന്നലെ ഒരു ടോറസ് വണ്ടിയെ സാധനം കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് എല്ലാവരും കഴിച്ച്. അങ്ങനെ എന്തെങ്കിലും സാധനം ആണുങ്ങൾ അവിടെ കൊണ്ടുവന്ന് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ വണ്ടിയെ കൊണ്ടുവന്ന ഡ്രസ്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ റോഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മേടിക്കുന്നുണ്ട്. കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഡ്രസ്സ് വിതരണം ചെയ്ത് ഭൂരിപക്ഷം പേർക്കും കിട്ടിയിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ഓടി വന്നപ്പോൾ വണ്ടി വിട്ടുപോയി. വീട്ടിൽ ചെന്നാൽ ഇനി ഈ പോക്ക് പോകുന്നേ ഉള്ളൂ. വീട്ടിലെങ്ങും ഒരു സാധനങ്ങളുമില്ല. വെറും കൈയോടെ എല്ലാവരും വന്നിരിക്കുന്നത്. ഇനി സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്താൽ മാത്രമേ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചെന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ക്യാമ്പിലാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണവുമില്ല. അവർ നിർത്തി. അവരെല്ലാം ക്യാമ്പിൽ വെച്ച പ്രസിഡന്റ് മെമ്പർമാരെല്ലാം ആലപ്പുഴയ്ക്ക് പോകുകയെന്ന് പറഞ്ഞു.
ഞങ്ങളല്ലേ ഇവിടെ പട്ടിണി കിടക്കുന്നു. അല്ല തന്നെ ആര് തിരക്കാൻ ആരുമില്ല. പിന്നെ ഇങ്ങനെ വെള്ളം നീന്തി കയറി ഇവിടെ വരും. വലിയ പ്രശ്നമാണ് ഈ ക്യാമ്പിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ക്യാമ്പിൽ കിടക്കാനും മറ്റും സൗകര്യമുണ്ടെങ്കിലും ഇതുപോലെ വലിയ പ്രയാസമാണ്. ഈ ഭക്ഷണം കിട്ടണമെങ്കിൽ പോലും റോഡിൽ കൊണ്ടുവന്ന ആളുകൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടും. വളരെ ദുർലഭമായി മാത്രമേ അകത്തേക്ക് ഭക്ഷണം എത്തുന്നുള്ളൂ. രക്ഷാപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം അവർക്കും അകത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ എടത്വ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ എടത്വ എന്ന സ്ഥലത്ത് നിന്നാണ് ഹരീഷ് ആ റിപ്പോർട്ട് നൽകുന്നത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളത്തിലാണ്. അവിടെയുള്ള സ്ത്രീകൾ പരാതിപ്പെടുന്നത് അവർക്ക് മതിയായ ഭക്ഷണവും സൗകര്യങ്ങളും കിട്ടുന്നില്ല എന്നാണ്. സംസ്ഥാനത്ത് വലിയ തോതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റുമെല്ലാം വിവിധ സന്നദ്ധ സംഘടനകൾ വഴിയും വ്യക്തികൾ വഴിയും സ്ഥാപനങ്ങൾ വഴിയും എത്തുന്നുണ്ട്. പലയിടത്തും ഇത് എക്സസ് ആവുന്നുണ്ട് എന്ന വിവരവും നമുക്ക് മുൻപിലുണ്ടല്ലോ. അപ്പോൾ അത് എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആവശ്യമുള്ള മേഖലകളിൽ കൃത്യമായി എത്തിക്കുക എന്ന തരത്തിൽ നമ്മുടെ മിഷനറി ഇനി പ്രവർത്തിക്കേണ്ടതുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഉത്തരവാദിത്വവും അതിൻ്റെ മാനേജ്മെൻറ്റ് ചുമതലയും എല്ലാം സർക്കാരിൻ്റേതാണ്. അപ്പോൾ ഇനി മുതൽ കിട്ടുന്ന മുഴുവൻ സാധനങ്ങളും എല്ലാവരിലേക്കും എത്തുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അക്കാര്യത്തിൽ അതിജാഗ്രത വേണം എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴാണ് അത് വേഗത്തിൽ പരിഹരിക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടിയും വരുന്നത്.